ഇന്ന് വായനാ ദിനമാണല്ലേ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ടാവും. നമുക്കൊരുപാട് അനുഭവങ്ങൾ പകർന്നു തന്ന പുസ്തകങ്ങളുണ്ടാവും. അപ്പോൾ ഈ പുസ്തകം വായിക്കുന്നവരും അതുപോലെ വായിക്കാത്തവരും ഉള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുസ്തകം വായിക്കുന്നവർക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഒരു വായനയിലൂടെ അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റും. അതേസമയത്ത് വായനയിൽ മുഴുകാത്തവർക്ക്, വായിക്കാത്തവർക്ക് അത്തരം അനുഭവങ്ങൾ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വായിക്കുന്നവരെ ഇഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ ഒരു വലിയൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഈ ലോകത്തുള്ള പല പ്രശ്നങ്ങളുടെയും പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു സ്നേഹശൂന്യതയാണ്, പരസ്പരം മനസ്സിലാക്കാതിരിക്കുക. അപ്പോൾ അമ്മയും മക്കളും തമ്മിലുള്ള, അച്ഛനും മക്കളും തമ്മിലുള്ള, അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള, അതുപോലെ വിവിധ സമൂഹങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സ്നേഹശൂന്യതയാണ്. പരസ്പരം ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ, അതല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്ക്, ഈ ഒരു സ്നേഹശൂന്യത നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ഒറ്റമൂലിയാണ് വായന എന്നുള്ളത്. അപ്പോൾ ആ വായനയിലൂടെ നമുക്ക് നല്ല ചിന്താഗതികൾ നമ്മിലേക്കും, നമ്മുടെ വ്യക്തിത്വത്തിലേക്കും അതുപോലെ തന്നെ സമൂഹത്തിലേക്കും പകർന്നു കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു വായനാ ദിനത്തിൽ എന്നിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് പരിശുദ്ധമായ ഖുർആനിൻ്റെ വാക്യമാണ്. ഖുർആൻ ഇറങ്ങിയ ആ ഒരു വാക്യമാണ്. ഖുർആൻ ഈ ലോകത്തോട് കടന്നു വന്നത് ഇഖ്റ എന്നുള്ള ഒരു ആയത്ത് കൊണ്ടാണ്. ജിബ്രീൽ മാലാഖയിലൂടെ പ്രവാചകനിലേക്ക് ആ പകർന്നു തന്ന ആദ്യത്തെ വചനം അത് ഇഖ്റ എന്നുള്ളതാണ്, വായിക്കുക. എന്നിട്ട് അത് തുടരുന്നു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കുക. എങ്ങനെയുള്ള ദൈവമാണ്? പേന കൊണ്ട് നിന്നെ എഴുതാൻ പഠിപ്പിച്ച നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വായനയിലൂടെ നമുക്ക് നല്ല ചിന്താഗതികൾ മാത്രമാണ് കടന്നു വരുന്നുള്ളത്. അതായത് ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു മോശമായ ഒരു കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വായനകൾ കടന്നു വരട്ടെ, നല്ല ചിന്തകൾ കടന്നു വരട്ടെ. അത് സമൂഹത്തിലേക്ക് നന്മയായി പകരാൻ നമുക്ക് കഴിയട്ടെ. താങ്ക് യു ഓൾ.